ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വെറുതെ അല്ല, ചെറിയൊരു പർച്ചേസിങ്ങിന് കോട്ടയം വരെ പോവുക കേട്ടോ. ഒരു കുഞ്ഞു വ്ളോഗാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം കോട്ടയമായി. നല്ല മഴയുണ്ട്, സന്ധ്യയായി വരുന്നു. കാണാനൊക്കെ നല്ലൊരു വൈബൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോട്ടയം ചെന്നപ്പോഴത്തേക്കും 6:30 ആയി കേട്ടോ. പിന്നെ പർച്ചേസിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പോന്നു. അപ്പം നമ്മുടെ 4 മണിക്കാറ്റ് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമുക്ക് കോട്ടയത്തൊരു 4 മണിക്കാറ്റുണ്ടല്ലോ, മണർകാട്. അപ്പം അതിലേക്കൂടെയാണ് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. പക്ഷെ പകലായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. പക്ഷെ ഇത് രാത്രി ആയതുകൊണ്ട് അത്ര വലിയ രസമൊന്നുമില്ല. എന്നാലും ഞാൻ എടുത്തതേ ഉള്ളൂ കേട്ടോ. ഇതാണ് നമ്മുടെ 4 മണിക്കാറ്റ്. കണ്ടോ, 4 മണിക്കാറ്റ്. ആ ഒരു ബെഞ്ച് കണ്ടോ. അപ്പോൾ 2 സൈഡിലും കണ്ടമാണ്, നടുക്കൂടെ റോഡ്. ഇതൊരു സൈഡാണ്, ബാക്കിൽ കണ്ടം. എന്നിട്ട് ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുക്കൊരു ബെഞ്ച്, പിന്നെ ഒരു അടുത്ത കട. അപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ ഫുഡൊക്കെ ഇല്ലേ, നമ്മുടെ അവൽ വിളയിച്ചതും പിന്നെ ചക്ക വരട്ടിയതും ചേന പുഴുങ്ങിയതും കപ്പ, ഓരോരോ ഷോപ്പിലും ഓരോരോ വെറൈറ്റികളായിട്ട് അവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊരു അടപ്രഥമൻ്റെ പായസം വാങ്ങിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ 30 രൂപയുള്ളായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. കാരണം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം സാധനങ്ങളെല്ലാം തീർന്നു. കാരണം മഴയൊക്കെ ആയതുകൊണ്ടും സന്ധ്യ ആയതുകൊണ്ടായിരിക്കണമെന്ന് തോന്നുന്നു തീർന്നു. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ പറ്റി 1-2 സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഒരു പ്ലാവ് പോലെ ഒരു പണിത് വെച്ചേക്കുന്നത്. ആ ചക്കയിൽ നമ്മൾ ഇന്ന് പിടിച്ച് നോക്കിയാൽ അത് ഒറിജിനൽ തോന്നത്തുള്ളൂ. നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ആ മുള്ള് വരെ നമ്മുടെ കയ്യിൽ കൊള്ളും, അത്ര ഒറിജിനാലിറ്റിയാണ് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് വൈകിട്ട് വരാനാണെങ്കിൽ ചെറുതായിട്ട് അവർക്കൊരു എൻജോയ്മെൻ്റൊക്കെ ആവും. അപ്പോൾ ഇതേണ്ട വീണ്ടും കടകളാണ്. അവിടെയും ചേനയും അവൽ നിറച്ചതും കൊഴുക്കട്ടയും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളേ ഉള്ളൂ. പക്ഷേ എല്ലായിടത്തും ഏകദേശം കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, കാരണം രാത്രിയല്ലേ. ഇതേണ്ട ഇവിടെ ഒരു വള്ളവും കൂടെ ഉണ്ട് കേട്ടോ. നല്ല ചുണ്ടൻ വള്ളം പോലത്തെ ഒരു വള്ളം. പകൽ നല്ല വൈബായിരിക്കും കേട്ടോ. ഈ റോഡും ആ കണ്ടവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സൂപ്പറാണ്. ഇപ്പം രാത്രി ആയതുകൊണ്ട് ഇത്ര സുഖമില്ലാത്ത നമ്മുടെ വണ്ടി വന്നു. അപ്പം നമ്മൾ പോവുക കേട്ടോ. അപ്പോൾ ആകാശമൊക്കെ കണ്ടോ, നീല കളർ. ഒരു വൈബ് തന്നെയാണ് ഇവിടെ വന്നിരിക്കാൻ. പിന്നെ രാത്രി ആയതുകൊണ്ടും മഴ ഉള്ളത് കൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് പോവുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.